മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഞാനും ഈ ഡേറ്റ് കൊടുത്തിട്ട് കുറേ നാളായി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ഞാനും എൻ്റെ ഭാര്യയും ഈ വർഷം ഹജ്ജിന് വേണ്ടി പോകാൻ കൊടുത്തിരിക്കുക. അപ്പൊ ഹജ്ജിന് വേണ്ടിയുള്ള പടച്ചവനെ ഈ പരിപാടിക്ക് മുമ്പ് ഹജ്ജിന് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് അവസാനമായിട്ട് വഅദ് പറയുന്ന സിയാറത്തിനും വഅദ് പറയുന്ന മഖാമിദ ഇൻഷാ അല്ലാഹ് ഞാനും എൻ്റെ കുടുംബവും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതേ സമയം അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മദീനത്തായിരിക്കും. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രയൊക്കെ അല്ലാഹു ഖൈറിലാക്കി തരുമാറാകട്ടെ. ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് നിയ്യത്ത് ചെയ്തേ. പകുതിയിലൊന്നും ഓടൂലല്ലോ, 11 മണി വരെ ഉള്ളൂ. അപ്പൊ അവസാനം വരെ ഇരിക്കുക. അവസാനം വരെ ഇരിക്കുമ്പോൾ അവസാനം ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കരുതേണ്ട ഒരു നിയ്യത്തുണ്ട്. അല്ലാഹുവേ പടച്ചോനെ, എന്നെ നീ പരിശുദ്ധമായ ഹറമുകളിലേക്ക് എത്തിക്കണം. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു വട്ടമെങ്കിലും തരണേ അല്ലാ എന്ന ഒറ്റ നിയ്യത്തോടു കൂടി വേണം എല്ലാവരും ഇവിടെ ഇരിക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആ നബി തങ്ങളുടെ റൗള ശരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബിയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ ഒരിക്കൽ ഇങ്ങനെ ഒരു വീടിന്റെ അകത്തിരിക്കുകയാണ്. മഹാനായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് സ്വഹാബത്തിന്റെ കൂടെ ഒരു വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വഹാബത്തിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളെ കുറിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ എന്താ? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനില്ല. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, എന്റെ ആഗ്രഹം ഈ വീട് നിറയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വർണ്ണ നാണയങ്ങൾ നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ വീടിന്റെ അകത്ത് മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ അല്ലാഹു നൽകിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. പണത്തിനോടുള്ള ആർത്തി കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ ദുനിയാവ് വെട്ടിപ്പിടിക്കുവാനുള്ള മോഹം കൊണ്ടോ ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സമ്പത്ത് നൽകിയാൽ, എനിക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ നൽകിയാൽ അതെല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാമല്ലോ. കാരണം സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവാണ്. അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുക്കും, കൊടുത്തിട്ട് അവനെ പരീക്ഷിക്കും, ഇതിവൻ കൊടുക്കുമോ ഇല്ലയോ എന്നറിയാൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ നൽകിയിരുന്നെങ്കിൽ അത് എല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ചെലവഴിക്കാം, പാവങ്ങൾക്ക് കൊടുക്കാം, യതീമീങ്ങൾക്ക് കൊടുക്കാം, പള്ളികൾ വെച്ച് കൊടുക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതെല്ലാം എനിക്ക് ചെലവഴിക്കാൻ കഴിയും. അതിലൂടെ വലിയ പ്രതിഫലങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ കഴിയും. എനിക്ക് ഈ വീട് നിറയെ സ്വർണ്ണ നാണയം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ സ്വഹാബിയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആ സ്വഹാബിയും പറയുന്നു, ഈ വീട് നിറയെ മുത്തുമണികളും മാണിക്യങ്ങളും രത്നങ്ങളും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാ. എന്തുകൊണ്ട്? ഇതെല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കാം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം, സ്വർഗത്തിൽ ഉയർന്ന പദവികൾ നേടിയെടുക്കാൻ അത് കാരണമാകുമല്ലോ. ഇതുപോലെ ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അവരവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുമ്പോ
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇതെല്ലാം മിണ്ടാതെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് തന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ, ആ സ്വഹാബത്ത് ചോദിച്ചു, അല്ല ഖലീഫ, നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം ചോദിക്കുന്നല്ലോ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നല്ലോ, അങ്ങയുടെ ആഗ്രഹം എന്താ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഉമർ തങ്ങളോട് ചോദിക്കുന്നു, അല്ല ഖലീഫ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ പറഞ്ഞല്ലോ, അങ്ങയുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് ഉമർ തങ്ങളോട് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സ്വർണമല്ല, മാണിക്യമല്ല, മുത്തുകളല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ വീടിന്റെ അകത്ത് കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഈ വീടിന്റെ അകത്ത് നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ ആരെ പോലെയാണ്? മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചില സഹാബത്തിന്റെ പേര് പറയുകയാണ്. അബൂ ഉബൈദയെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ നല്ല ചുണക്കുട്ടികളായ ചെറുപ്പക്കാർ ഈ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുമ്പോ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആരായി പറയുന്നതെന്നറിയുവോ? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് പറയുന്നത്. ഉമർ തങ്ങൾ ആരാണെന്നറിയുവോ? ഉമർ തങ്ങൾ നടന്നു വരുന്ന വഴിയിലൂടെ പോലും സാക്ഷാൽ ശപിക്കപ്പെട്ടവനായി ഇബ്ലീസിന് നടക്കാൻ പേടിയാ. ഉമർ നടക്കുന്ന വഴിയിലൂടെ പോലും പടച്ചവനെ ശപിക്കപ്പെട്ടവനായി ഇബ്ലീസിന് നടക്കാൻ പേടിയാണ്. ഇബ്ലീസിന് പോലും ഭയമുള്ള സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബാണ് പറയുന്നത്, നബി തങ്ങൾ ഉമറിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? ലൗ കാന ബഅദീ നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല, എനിക്ക് ശേഷം ഒരു നബിയില്ല, പക്ഷേ എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ പ്രവാചകനാകാനുള്ള സർവ്വയോഗ്യതയും ഉമറിനുണ്ടായിരുന്നു എന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ വീടിന്റെ അകത്ത് ചില ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് ഉമർ തങ്ങൾ പോലും വാഴ്ത്തി പറഞ്ഞ ചെറുപ്പക്കാരാരാ? ഈ വഅദ കേൾക്കാൻ ഈ മഖാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിക്കണം പൊന്നുമോനെ, ഇവരാരാണെന്ന് പഠിക്കണം പൊന്നുമോനെ. അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അവരാരാണെന്നറിയോ? ആരാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അബൂ ഉബൈദ ആരാണെന്നറിയോ? സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് സങ്കടപ്പെട്ടപ്പോ, ആ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ, അതാ ഏഴാകാശം കടന്ന് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിന്റെ ആയത്തുമായിട്ട് ഇറങ്ങി വരികയാണ്. ആ ചെറുപ്പക്കാരന്റെ കണ്ണൊന്ന് നിറഞ്ഞപ്പോ, ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വിതുമ്പിയപ്പോ, ആകാശത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീലിനെ വിളിച്ചിറക്കിയ ചെറുപ്പക്കാരനാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതാ ചരിത്രം അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോൾ ആരാ? സമഹാനായ അബൂ ഉബൈദ ആരാ? അബൂ ഉബൈദ എന്ന് പറയുന്ന സ്വഹാബി ആരാണ്? പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ബദറിന്റെ രണാങ്കണത്തിലൂടെ നടന്നു പോവുകയാണ്. അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, യുദ്ധം നടക്കുന്ന രണാങ്കണത്തിലൂടെ ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. ഒളിച്ചും പാത്തും നടന്നു പോവുകയാണ്. ആരോ ഒരാൾ
ഒരാൾ കാണാതെ ഇരിക്കാൻ, ആരോ ഒരാൾ എന്നെ കാണരുതെന്ന ധാരണയോടെ അബൂ ഉബൈദ ഇങ്ങനെ ബദറിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതാ മറുഭാഗത്ത് ജറാഹ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരാളെ തെരഞ്ഞു നടക്കുകയാ. വേറെ ഒരാളെയും നോക്കുന്നില്ല, വേറെ ഒരാളുമായി യുദ്ധം ചെയ്യുന്നില്ല. പടച്ചവനെ, ആ മനുഷ്യൻ ഇങ്ങനെ അബൂ ഉബൈദയെ തെരഞ്ഞു നടക്കുകയാണ്. ഈ അബൂ ഉബൈദ കാണാതെ ഒളിച്ച് നടക്കുന്നത് ജറാഹിനെയാണ്, ജറാഹ് തിരഞ്ഞു നടക്കുന്നത് അബൂ ഉബൈദയാണ്. ഇവര് തമ്മിലൊരു ബന്ധമുണ്ട് ചെറുപ്പക്കാരാ. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ജറാഹ് എന്ന് പറയുന്ന മനുഷ്യരുമായിട്ടൊരു ബന്ധമുണ്ട്. ഇവര് രണ്ടുപേരും വാപ്പയും മകനുമാണ്. ഇവര് രണ്ടുപേരും വാപ്പയും മകനുമാണ്. ജറാഹിന്റെ മകനാണ് അബൂ ഉബൈദ, ജറാഹിന്റെ മകനാണ് അബൂ ഉബൈദ. പടച്ചവനെ, അബൂ ഉബൈദ മുസ്ലിമാണ്, ജറാഹ് എതിർഭാഗത്താണ്. അതുകൊണ്ട് പടച്ചവനെ, അബൂ ഉബൈദ എന്ന് പറയുന്ന പിതാവ്, അതാ ജറാഹ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനെ കൊല്ലാൻ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. എനിക്ക് വേറെ ഒരാളെയും കൊല്ലണ്ട, എനിക്ക് വേറെ ഒരാളുമായിട്ട് യുദ്ധം ചെയ്യണ്ട, എനിക്ക് കൊല്ലേണ്ടത് എന്റെ മകനായ അബൂ ഉബൈദയാണ്. എവിടെയടാ അബൂ ഉബൈദ എന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിലൂടെ പിതാവ് തന്റെ പൊന്നാര മകനെ തെരഞ്ഞു നടക്കുകയാണ്. അവസാനം ആ പിതാവ് തെരഞ്ഞു വരുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു നിൽക്കുകയാണ്, നബി തങ്ങളുടെ ചാരത്തു നിൽക്കുകയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, എടാ അബൂ ഉബൈദ, ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ. മുഹമ്മദേ, അവനെ ഇറക്കി വിട്, മുഹമ്മദേ അവനെ ഇറക്കി വിട്. നിന്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ സ്വർഗത്തിൽ പോകുമെന്നല്ലേ നീ പറയുന്നത്? അതുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. ഇറക്കി വിട് മുഹമ്മദ്, ഇറക്കി വിട് മുഹമ്മദ്. പിതാവ് വന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ പൊന്നാര മകന് ദേഷ്യം വരാൻ, തന്റെ പൊന്നാര മകന് ദേഷ്യം വരാൻ അവിടെ അവനെ ഒരുപാട് ചീത്ത പറയുകയാണ്, ഒരുപാട് ചീത്ത പറയുകയാണ്, മോശമായ കാര്യങ്ങൾ പറയുകയാണ്. അബൂ ഉബൈദ മിണ്ടുന്നില്ല. പറയുന്നത് പിതാവാണല്ലോ, സ്വന്തം വാപ്പയാണ് പറയുന്നത്. അതുകൊണ്ട് അബൂ ഉബൈദ മിണ്ടാതെ നിൽക്കുകയാണ്. എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകന് യുദ്ധത്തിന് ഇറങ്ങി വരാതെ വന്നപ്പോ ഏതൊരു ചെറുപ്പക്കാരന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ്. മാതാവിനെ കുറിച്ച് പറഞ്ഞാല് 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവിനെ കുറിച്ച് ഏതൊരു മകനോട് പറഞ്ഞാലും അവന് സഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ജറാഹു പറഞ്ഞു, ഉബൈദ, നീ എന്റെ മകനല്ലടാ, നീ എനിക്ക് പിറന്നവനല്ലടാ. പടച്ചവനെ, വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. സ്വന്തം ഉമ്മയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയാണ്. പടച്ചവനെ, അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ, പറയുന്നത് സ്വന്തം ഭാര്യയെ കുറിച്ച് തന്നെയാണല്ലോ. അതുകൊണ്ട് അബൂ ഉബൈദ മിണ്ടാതെ നിൽക്കുകയാണ്. സ്വന്തം മാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടും യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരുന്നില്ല. ഇനി ജറാഹിനറിയാം, അവനെ ദേഷ്യം പിടിപ്പിക്കണമെങ്കിൽ, അവന് യുദ്ധത്തിന് ഇറങ്ങി വരണമെങ്കിൽ ഉമ്മാരെ പറഞ്ഞാൽ അവന് സിരപ്പ് ക്ഷമിച്ചു പോകും. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞ അബൂ ഉബൈദയ്ക്ക് സഹിക്കില്ല എന്നറിയാം, അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ജറാഹ് എന്ന് പറയുന്ന പിതാവ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമായിട്ട് അവിടെന്ന് പറയുകയാണ്, നബി തങ്ങളെ കുറിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അബൂ ഉബൈദയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അബൂ ഉബൈദയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നത് വാപ്പയാണെന്ന് പോലും നോക്കിയില്ല. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, സ്വഹാബത്ത് പറയുകയാണ്, കയ്യെങ്കാലും വിറയ്ക്കുകയാണ്. അതാ അബൂ ഉബൈദ തന്റെ പിതാവിന്റെ മുമ്പിലേക്ക് ചാടി ഇറങ്ങുകയാണ്. കുറച്ചു സമയത്തേക്കൊന്നും കാണാനില്ല.
കുറച്ചു സമയത്തേക്കൊന്നും കാണാനില്ല. കുറച്ചു കഴിയുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. ഒരു കയ്യിൽ വാളും രണ്ടാമത്തെ കയ്യിൽ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയിരിക്കുകയാണ്. വാപ്പയുടെ തലയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം പറയുകയാ. നിബിതങ്ങൾ നോക്കുന്നില്ലടോ, അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കുന്നില്ല. നിബിതങ്ങൾ തലതിരിച്ചു അടുത്ത ഭാഗത്ത് പോയി സലാം പറഞ്ഞു. നിബിതങ്ങൾ സലാം അടക്കുന്നില്ല. പടച്ചവനെ മറു സൈഡിലും വന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. കാരണം തന്റെ പ്രിയപ്പെട്ട ജന്മം കൊടുത്ത പിതാവിന്റെ തലയെടുത്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. പിതാവിനെ കൊല്ലാൻ പറയുന്ന, പടച്ചവനെ മനുഷ്യനെ കൊല്ലാൻ പറയുന്ന, ഒരു ജീവജാലത്തെ പോലും കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. കൊലപാതകമെന്ന് പറയുന്ന പാപം എത്രത്തോളം വലുതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, പടച്ചവനെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായിട്ട് കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ പടച്ചവനെ ദീനിനെ കുറിച്ച് അറിയാനിട്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന്. ആ ദീനിനെ കുറിച്ച് അറിയാത്തവരാണ്. വാളുകൊണ്ടാണ് ദീന് വളർന്നത്. ഇസ്ലാം മതം വളർന്നത് വാളുകൊണ്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അറിയാത്തവരാണോ? നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നത് ഒരാളെ കൊല്ലുന്നത് ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണ്. അത്രത്തോളം വലിയ പാപമാണെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ലേ? അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്? അതിനു വേണ്ടിയല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? എന്നാ നബിതങ്ങൾ പറയുന്നു, ആ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? റോഡിലൂടെ നടന്നു പോകുമ്പോ ആ വഴിയിലൂടെ നടന്നു പോകുന്നവന് ഉപദ്രവമായി എന്തെങ്കിലും ഒരു വസ്തു വഴിയിൽ കിടക്കുന്നത് കണ്ടാ നിങ്ങളതെടുത്തു മാറ്റിയ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതാണ് പരിശുദ്ധമായ ദീന്. ഇതാണ് പരിശുദ്ധമായ ദീന്. എന്തിന് ഒരു പടി കൂടെ കിടന്ന് ഞാനും നിങ്ങളും ദീനിനെ കുറിച്ച് പഠിച്ചാൽ പറഞ്ഞു കൊടുക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീൻ എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നീ നിന്റെ സ്വന്തം പറമ്പിൽ വീടുയർത്തി കെട്ടാൻ പാടില്ല. നീ 2 നില വീട് വെക്കാൻ പാടില്ല. നിന്റെ ജാഗയില് നീ സമ്പാദിച്ച പൈസ കൊണ്ട് നിന്റെ സ്വന്തം പറമ്പിൽ നീ 2 നില വീട് കെട്ടാൻ പാടില്ല. എപ്പോഴാണ് കെട്ടാൻ പാടില്ലാത്തതെന്നറിയോ? നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായാൽ, നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായ നീ നിന്റെ സ്വന്തം പറമ്പിൽ പോലും 2 നില വീട് കെട്ടാൻ പാടില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇതാണോ പരിശുദ്ധമായ ദീൻ? ഇതാണ് പരിശുദ്ധമായ ദീൻ. ഈ ദീനിനെ കുറിച്ചാണ് നവവാദങ്ങളും പരിഹാസങ്ങളും നടത്തുന്നത്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ അവന് സഹിക്കാൻ കഴിയുന്നില്ല, അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പടച്ചവനെ, പിതാവാണ് പറയുന്നതെന്ന് മറന്നു പോവുകയാണ്. അവസാനം തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തലയെടുത്തുകൊണ്ട് വന്ന് നബിതങ്ങളോട് സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സലാം അടക്കാതെ വന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ കണ്ണൊന്നു നിറയുകയാ. പടച്ചവനെ,
നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാണല്ലോ. അല്ലാഹുവേ നബിതങ്ങളോടുള്ള മഹബ്ബത്ത് കാരണം പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ അവിടുന്ന് ചെയ്തു പോയതാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കുന്നില്ലല്ലോ. അബൂ ഉബൈദയ്ക്ക് വല്ലാത്ത സങ്കടമായി. അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്, അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്. അതാ വരുന്നു ഏഴാകാശം കടന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് പടച്ച റബ്ബ് ജിബ്രീലിനെ പറഞ്ഞു വിടുകയാണ്. ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വരികയാണ്. ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാതൂന മൻ الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ സലാം അടക്കു, നബിയേ സലാം അടക്കു, നബിയേ. വാപ്പയെക്കാല് ഉമ്മയെക്കാല് മക്കളെക്കാല് കൂടപ്പിറപ്പിനെക്കാല് അവന്റെ ജീവനെക്കാല് എപ്പോഴാണോ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നത് അപ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. തെറ്റില്ല നബിയേ. അവിടുന്ന് സലാം അടക്കാൻ വിധങ്ങളോട് അവിടുന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോ ഇവിടെ കേൾക്കാമെന്നവരോട് വാപ്പാനെ കൊല്ലാനല്ല പറയുന്നത്, ഒരാളെ വേദനിപ്പിക്കാനല്ല പറയുന്നത്, ഒരാളെ പീഡിപ്പിക്കാനല്ല പറയുന്നത്, ഒരാളെ സങ്കടപ്പെടുത്താനല്ല പറയുന്നത്. ഇതിനകത്ത് നിന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര. അല്ലാഹുവേ ചില ചെറുപ്പക്കാരുണ്ട്, ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് തെറ്റ് കണ്ടാ പടച്ചവനെ സഹിക്കില്ലടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് കണ്ടാൽ അവര് പെട്ടെന്ന് ഇടപെടുകയാണ്, അവര് പെട്ടെന്ന് പ്രതികരിക്കുകയാണ്. എന്തിനാ മോനെ, വേറെ ഒരാൾക്കും ഒരു കുഴപ്പമില്ലല്ലോടാ, എന്തിനും നീ മാത്രം എന്തിനാ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? ഈ നാട്ടിൽ വേറെ ഒരാൾക്കും പരാതിയില്ല, ഈ മഹല്ലിൽ വേറെ ഒരാൾക്കും പരാതിയില്ല, നീ മാത്രം എന്തിനാണ് എല്ലാ തടസ്സം നിൽക്കുന്നത്? അവരെ അവരുടെ വഴിക്ക് വിട്ടാ പോരെ, അവരുടെ വഴിക്ക് വിട്ടാ പോരെ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്, ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് സഹിക്കില്ലടോ, അവർ തെറ്റ് കണ്ടാ തിരുത്തുമടോ, അവര് തെറ്റ് കണ്ടാ പറയുമടോ. അത് വാപ്പയാണോ ഉമ്മയാണോ മക്കളാണോ കൂടപ്പറപ്പാണോ ഉസ്താദാണോ ആരാണോ, തെറ്റ് കണ്ടാ പറയുമടോ. തെറ്റ് കണ്ടാൽ അവരുടെ മനസ്സ് വേദനിക്കുമടോ. അവരെ ഒറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അല്ലാഹു അവർക്ക് കൊടുത്ത ഒരു ഭാഗ്യമാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ചില ആൾക്കാർ നിങ്ങൾ ചോദിക്കുമല്ലോ, എടാ ഇവിടെ വേറെ ഒരാൾക്കും പരാതിയില്ല, നീ മാത്രം എന്തിനാടാ എല്ലാത്തിനും തടസ്സം നിൽക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് എതിരായിട്ട് അള്ളാന്റെ ദീനിനെ മോശമാക്കുന്ന എന്തെങ്കിലും കുടുംബത്തിലോ നാട്ടിലോ നടക്കുന്നത് കണ്ടാൽ ഇടപെടുക തന്നെ ചെയ്യും. ചിലര് പ്രതികരിച്ചു പോകും, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഈമാനുള്ളതിന്റെ അടയാളമാ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹ് ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാതെ നീ താടിയും തഴമ്പും വെച്ചിട്ട് ഓനായി ഓന്റെ പാടായി എന്ന് പറഞ്ഞ് മിണ്ടാതെ നടക്കാൻ നീ പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, എടോ തെറ്റ് കണ്ടാ തിരുത്തണം, തെറ്റ് കണ്ടാ തിരുത്തണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. നബി തങ്ങൾ പറയുന്നുണ്ട്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദിഹി. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, നിന്റെ കണ്ണുകൊണ്ട് നീ ഒരു തെറ്റ് കണ്ടു,
ഒരു മോശമായ പ്രവർത്തനം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടോ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെതിരായിട്ടുള്ള, ദീനിനെ മോശമാക്കുന്ന ഒരു പ്രവർത്തനം നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ നീ കൈകൊണ്ട് തടയണം. നീ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം. എല്ലാം ഒന്നും കൈകൊണ്ട് തടയാൻ പറ്റൂല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ നീ നിന്റെ കൈകൊണ്ട് തടയ്, കൈകൊണ്ട് തടയാൻ പറ്റാത്തതാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് നീ തടയ്. നിനക്ക് നാവ് കൊണ്ട് തടയാൻ പറ്റുന്ന ചില കാര്യമുണ്ടല്ലോ, അപ്പൊ പറ്റുന്നത് നാവ് കൊണ്ട് തടയ്. ഇനി നാവ് കൊണ്ട് തടയാൻ പറ്റുന്നില്ലെങ്കിൽ എടോ നിന്റെ ഹൃദയം കൊണ്ട് നീ വെറുക്ക്. നിന്റെ ഹൃദയം കൊണ്ട് നീ വെറുക്ക്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീനിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണല്ലോ, നീ വെറുത്തേക്ക്. അല്ലാതെ നീ ഇങ്ങനെ മിണ്ടാതെ നടക്കലല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റു കണ്ടാ തിരുത്തുന്നത് ഒരു നല്ല സ്വഭാവമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയുന്നു, എടോ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അധികാരമുണ്ട്. അത് ഇന്ത്യ ഗവൺമെന്റ് അല്ല, അത് അല്ലാഹ് തന്ന അധികാരമാണ്. അല്ലാഹു പ്രായമുള്ളവർക്ക് നൽകിയിരിക്കുന്ന ഒരു അധികാരം എന്താ? നിന്റെ വീട്ടിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ നാട്ടിലോ ഒരു തെറ്റു നടക്കുന്നത് കണ്ടാൽ ആ തെറ്റു തിരുത്തുക എന്ന് പറയുന്നത് നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു അധികാരമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരൽപ്പം ചരിച്ചു വെച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രായമുള്ളവർക്ക് അല്ലാഹു ഒരു അധികാരം തന്നിട്ടുണ്ട്. എന്താ അധികാരം? നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ നീ അത് തിരുത്തണം. നീ നാട്ടുകാരെ നന്നാക്കണ്ട, മഹല്ലുകാരെ നന്നാക്കണ്ട, പള്ളിയിലെ ഇമാമിനെ നന്നാക്കണ്ട. നീ ആദ്യം പോയിട്ട് നിന്റെ വീട് നന്നാക്ക്. അവിടെ നിനക്ക് ആരുമില്ലല്ലോ, ആ വീട്ടിലെ ഭരണാധികാരി നീയാണല്ലോ. നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, എന്തെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെതിരായിട്ട് നിന്റെ കുടുംബത്തിൽ നടക്കുന്നു. ഒരു കല്യാണം വന്ന് നോക്കിയേ, മയ്യത്ത് ചുമന്നുകൊണ്ട് വരുന്ന പോലെ ഇന്ന് കൊണ്ടുവരുന്നേ. ഞാൻ ഈ അടുത്ത് ഹമീദാണെന്ന് തോന്നുന്നു, എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. പടച്ചോനെ, ഒരു കല്യാണ പയ്യൻ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മയ്യത്ത് കബറടക്കുമ്പോൾ മുകളിൽ ഇങ്ങനെ തുണി പിടിച്ചിട്ട് കബറടക്കും. ഇതുപോലെ കല്യാണ പെണ്ണിനെ കൊണ്ടുവരിക. എന്തൊക്കെ കോലവാടോ കാണിക്കുന്നത്! അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ട് നിന്റെ വീടിന്റെ അകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ അത് തിരുത്ത. അത് നാട്ടുകാരല്ല, കണ്ടവന്റെ മക്കളല്ല, നിന്റെ മക്കൾ. താടിയും തഴമ്പും നിനക്കുണ്ട്. ഇത് ചോദിക്കുമ്പോ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നതല്ലേ, എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതല്ലേ. പിന്നെ പറയുന്ന ഒരു ന്യായമുണ്ട്, പിള്ളാരല്ലേ, കുട്ടികളല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ, കുട്ടികളായി പോയി. നാണമില്ലേ മുസ്ലിമെ നിനക്കിത് പറയാൻ? എന്റെ ഉപ്പാനോട് ചോദിക്കുന്നു, നിനക്ക് നാണമില്ല ഇത് പറയാൻ? നിനക്ക് നിന്റെ കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തടയ്, നാവ് കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നാവ് കൊണ്ട് തടയ്. ഇല്ലെങ്കിൽ ഈ നിക്കാഹ്, ഈ പരിപാടിക്കൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. എന്ത് നിനക്ക്? പലരും ഇത് പറയാൻ മടിക്കുന്നു. എത്ര വലിയ തെറ്റാണെന്നറിയുമോ? തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ അള്ളാഹു തരുന്ന ഒരു ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ ഒരു പ്രവാചകന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകന്റെ സമുദായത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ദിവസം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അനുസരിക്കാതെ എല്ലാവരും മീൻ പിടിക്കാൻ പോവാ. ആ പ്രവാചകൻ പറഞ്ഞിട്ട് അനുയായികൾ കേൾക്കാതെ അവർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ പടച്ചവനെ, ഇവരെ നീ കോലം മറിച്ചേക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രവാചകന്റെ സമുദായം നിങ്ങൾ ഇന്ന ദിവസം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് കൽപ്പനയുണ്ടായിട്ട് ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് എല്ലാവരും മീൻ പിടിക്കാൻ പോയി. അപ്പൊ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി ഇവരുടെ കോലം മറിച്ചു കളയാൻ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കോലം മറയ്ക്കാൻ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി. അപ്പൊ ആ പ്രവാചകൻ ദുആ ചെയ്തു, പടച്ചവനെ, അള്ളാഹുവേ, ആദ്യം പടച്ചവനെ കോലം മറിക്കേണ്ടത് ഈ മീൻ പിടിക്കാൻ പോയവരെ അല്ല, ഈ കരയിലിരിക്കുന്നവരെ. കാരണം എന്തേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കൈ പിടിച്ചിട്ട് ഇത് തെറ്റാണ്, പോകല്ലേ എന്ന് ഇവര് പറഞ്ഞില്ല. എടോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരാൾ പറയണം, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അവരോട് തെറ്റു കണ്ടാൽ നമ്മൾ തിരുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വലിയ അദാബാ. നമ്മുടെ ഏറ്റവും വലിയ പരാതി നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല.
നമ്മളെ കളിയാക്കും, നമ്മളെ പരിഹസിക്കും. സ്വന്തം പെണ്ണുപിള്ള പോലും കൂടെ നിൽക്കത്തില്ല, സ്വന്തം മക്കൾ പോലും നിൽക്കത്തില്ല. ഇപ്പൊ പുതിയ തങ്ങൾ ഇറങ്ങിയിരിക്കുക, വലിയ മഹാനായിരിക്കുക. എന്നാടാ നീ കുളിച്ചു കയറി പള്ളി വന്ന് പരിഹസിക്കും നിന്നെ? നിന്റെ വീടിന്റെ അകത്ത് നിന്റെ ഭാര്യ ഫർദ ഊരിക്കടിഞ്ഞിട്ട് സാരി ഉടുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പല പേക്കൂത്തുകൾ കാണിക്കുമ്പോ നീ പറയുമ്പോ നിന്റെ ഭാര്യ തന്നെ പറയും പുതിയ മഹാൻ വന്നിരിക്കുന്നു. ഓ, ഇന്നലെ വരെ നടന്ന ആളാ. കളിയാക്കും നിന്നെ, പരിഹസിക്കും നിന്നെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുത്താൽ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. നിനക്ക് പറയാൻ കഴിയുമോ? നിനക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ടല്ലോ. പള്ളിപ്പറമ്പിൽ നിന്ന് നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസം, ഒരാളും കണ്ട പരിചയം കാണിക്കാത്ത ദിവസം. അവിടെ വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല. ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. ആ പടച്ച റബ്ബിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ചൂടെടുക്കുന്നില്ല, വല്ലാത്ത ചൂടല്ലേ ഉസ്താദേ, വല്ലാത്ത ചൂടാണ്, സഹിക്കാൻ കഴിയുന്നില്ല. എസി ഇല്ലാതെ, ഫാനില്ലാതെ ഒരു മിനിറ്റ് പോലും. എന്തിനാണ് മക്കാമിന്റെ ഉള്ളിൽ കയറിയിട്ടിറങ്ങുമ്പോ പടച്ചവനെ വല്ലാതെ ശരീരം വിയർക്കുകയാണ്. ഒരു മിനിറ്റ് ഫാനൊന്ന് തിരിച്ചു വെച്ചപ്പോ എന്റെ ശരീരം വല്ലാതെ വിയർക്കുകയാണ്, വല്ലാത്ത ചൂടെടുക്കുകയാണ്. പടച്ചവനെ, ഇതൊക്കെ ചൂടാണോ ചെറുപ്പക്കാരാ? പെങ്ങളെ, ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോൾ വല്ലാത്ത ചൂടാണെന്ന് സങ്കടം പറയുന്നല്ലോ. ഇല്ല പെങ്ങളെ, 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായപ്പോ നീ ചൂടിനെ കുറിച്ച് പറയുകയാ. എന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ കോടാനുകോടി കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും തലയുടെ ഒരു ചാണ് മുകളിലാണ്, ഒരു ചാണ് മുകളിലാണ്. അല്ലാ, ഉടുതുണിയില്ലാതെ നിൽക്കുകയാ, ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ നഗ്നരായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് തലയുടെ ഒരു ചാണ് മുകളിൽ ഈ സൂര്യൻ ഇങ്ങനെ അല്ലാഹു താഴ്ത്തുമ്പോ, മോനെ, അടുക്കളയിൽ ഉമ്മ ചോറ് വെക്കുമ്പോ കലത്തിന്റെ സൈഡിൽ പോയി നിൽക്കണേ. നാളെ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിന്റെ അടുക്കൽ പോയി നിന്ന ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് വീഴുകയാ. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വണ്ടോശ വണ്ടിയോ മായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. ആ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുത്ത ഉപ്പമാരെ, ഉമ്മമാരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ ചെല്ലുമ്പോ വെച്ചിരിക്കുന്ന കാലം നനക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണം. വെച്ചിരിക്കുന്ന കാലം ചലിപ്പിക്കണമെങ്കിൽ, തലവൊന്ന് ഉയർത്തി നോക്കണമെങ്കിൽ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് തീരുമാനിക്കാതെ, അല്ലാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരു മനുഷ്യന് പോലും അവന്റെ കാല് പോലും ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ വഴി കേൾക്കുന്ന ഉമ്മമാരെ,
പ്രസവത്തിന്റെ വേദനയെ കുറിച്ച് നിനക്കറിയുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷ. അറിയാതെ പ്രസവിച്ചു പോകുന്ന മസറയുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയും കാത്തു നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിക്കുകയാ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിക്കുകയാ. വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇന്ന് നിനക്ക് വിചാരണയില്ല, ഇന്ന് നിനക്ക് വിചാരണയില്ല. ഈ പരലോകത്ത് കിടന്നു നീ കഷ്ടപ്പെടണ്ട. ആ കാണുന്നതാണ് സ്വർഗം, ആ കാണുന്നതാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് നീ കടന്നു പൊക്കോ. ആരെയാ പറഞ്ഞു വിടുന്നതെന്നറിയോ? പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, ഉംറ ചെയ്തവന്റെ പ്രതിഫലമല്ല, ഖുർആൻ പഠിച്ചവന്റെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിച്ചവന്റെ പ്രതിഫലമല്ല, വഅദ് പറഞ്ഞവന് കിട്ടുന്ന പ്രതിഫലമല്ല, വഅദ് കേൾക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമല്ല. പിന്നെ ആർക്കല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമെന്നറിയോ? തന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടപ്പോ മോനെ അത് പാപമാടാ, മോനെ അത് തെറ്റാടാ എന്ന് തിരുത്തി കൊടുക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, തെറ്റ് കണ്ടാ തിരുത്തണേ വാപ്പാ. നീ നാട്ടുകാരെ നന്നാക്കണ്ട, മഹല്ല് നന്നാക്കണ്ട, കമ്മിറ്റിക്കാരെ നന്നാക്കണ്ട, ഉസ്താദന്മാരെ നന്നാക്കണ്ട. ആദ്യം നീ നന്നാക്, നിന്റെ ഭാര്യയെ നന്നാക്ക്, നിന്റെ മക്കളെ നന്നാക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞത്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസ് വൽ ഹിജാറ. നീ താടി വളർത്തിയാ പോരാ, നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണേ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാട് നന്നാക്കണ്ട. എല്ലാരും ആദ്യം നന്നാക്കുന്നത് നാട്, മഹല്ല്, ഇതൊന്നുമല്ലടോ. ആദ്യം നമുക്ക് നന്നാകാൻ കഴിയണം, പിന്നെ നമ്മുടെ ഭാര്യയും മക്കളെയും നമുക്ക് നന്നാക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്നലെയും ഉസ്താദന്മാര് പ്രസംഗിച്ചപ്പോ ഏതോ ഒരു ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ താഴെ പറയുന്നുണ്ട്, ആദ്യം കേരളം നന്നാക്കുക, പിന്നെ കർണാടക നന്നാക്കുക. ഇന്നലെ ഏതോ ഉസ്താദ് അപരാരി ഇങ്ങനെ ഏതോ ഒരു ഉസ്താദിന്റെ വയലൊക്കെ പറയുന്നുണ്ട്. സിറാജിന്റെ താഴെ ഒരു കമന്റ് ഉണ്ട്, ആദ്യം നാട് നന്നാക്കാൻ. എടോ, നിങ്ങളിപ്പോ ഇത് പറയുമ്പോ നിങ്ങൾ എന്നോട് പറയുന്നുണ്ട്, സിറാജ് ആദ്യം നീ നന്നാകും, ആദ്യം ഞാൻ എടോ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല ഞാൻ വഴുതു പറയുന്നത്. അതിനിപ്പോ പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? എടോ, നീ ഇരിക്കണ ഉസ്താദന്മാരൊക്കെ എത്ര മനോഹരമായി. എടാ ഹത്തീബ് ഉസ്താദ്, ഹത്തീബ് ഉസ്താദ്, ഉസ്താദിന്റെ കല്യാണമൊക്കെ ആയെന്ന് പറഞ്ഞു. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉസ്താദിന്റെ കല്യാണമൊക്കെ. ഇവിടെ ഇത്ര ഇരിക്കണ പണ്ഡിതം, ഈ വേദിയിൽ ഇരിക്കുന്ന എത്ര പേര് എന്നെക്കാലം നല്ല വഴുതു പറയുന്നവരുണ്ട്. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ നല്ല വഴുതു പറയും. കല്യാണ പന്തലിൽ കയറിയിട്ട് വഴുത, പണ്ട് പാട്ടായിരുന്നു, ഇപ്പൊ വഴുത പറയണേ. ഇപ്പൊ അറിവ് കൂടി 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 കാസർഗോഡ് സിനിമാ തിയേറ്ററിന്റെ ഉള്ളിനകത്ത് കയറിയിരുന്നിട്ട് ആമീൻ പറയുന്ന മക്കളുടെ കാലം. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എടോ, വഴുതു പറയുന്നത് ഞാൻ നിങ്ങളെയല്ല, നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴുതു പറയുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര്. എടോ, നിങ്ങൾ 40 പേര് കൂടുതലുണ്ട്, ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ മതി ഞാൻ നന്നാകാൻ. ഒന്നും ആമീൻ പറഞ്ഞേ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ.
അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുടുംബത്തെ നന്നാക്കണം, നമ്മുടെ മക്കളെ. നീ നാട് നന്നാക്കാൻ നിന്റെ വീട്ടിലെ നിയമം നീയല്ലേ. നിനക്ക് പുറത്തിറങ്ങിയിട്ട് ആരെ ഉപദേശിക്കാൻ കഴിയില്ല. നിന്റെ വീട്ടിലെ ഭരണാധികാരി നീയാണ്. നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നത്, നിന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് നീയാ. അവിടുത്തെ പ്രധാനമന്ത്രി നീയാ. ആ വീട്ടിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെയാണ് നീ ഭരിക്കേണ്ടത്. അവിടെ നിനക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം. നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റു കണ്ടിട്ട് നീ തിരുത്തുന്നുണ്ടോ? നീ പള്ളിയിലെ ഉസ്താദിന്റെ ഫാത്തിഹായിക്ക് എവിടെയാണ് അക്ഷരം തെറ്റ് ഇതാ തിരയണേ? കമ്മിറ്റിക്കാരെ തിരയ. ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്തവനാ ഉസ്താദിന്റെ ഫാത്തിഹ തിരയുന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണ്. അവനെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാ. ദുർഗന്ധം കാരണം അവനെ കാണുമ്പോൾ ജനങ്ങൾ മുഖം തിരിക്കുകയാണ്. അല്ലാഹു അവന്റെ മുഖത്ത് നോക്കാറില്ല. അല്ലാഹു അവനോട് സംസാരിക്കാറില്ല. അല്ലാഹു അവനോട് ഒരു കരുണയും കാണിക്കാറില്ല. അല്ലാഹു കൈവിട്ടാ പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ ആരാട്? അങ്ങനെ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഏതു മനുഷ്യനെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവനാ. സ്വന്തം ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ തിരുത്തി കൊടുക്കാത്ത വാപ്പാ, അതിനെ തിരുത്തി കൊടുക്കാത്ത ഭർത്താവേ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയാണ്. അല്ലാഹു നിന്റെ മുഖത്ത് പോലും നോക്കില്ല മോനെ. നീ എത്ര വലിയ ആലിമാകട്ടെ, തങ്ങളാകട്ടെ, പണ്ഡിതനാകട്ടെ, ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, പള്ളിയിലെ ഇമാമാകട്ടെ, വഅദ് പറയുന്നവനാകട്ടെ, നാട്ടിലെ ഹാജിയാരാകട്ടെ, ആരുമാകട്ടെ, തെറ്റ് ചെയ്യുന്നത് കണ്ടാ തിരുത്തിക്കോ. ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല. അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും തിരുത്തി കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുത് വലുതെന്ന് കാണരുത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹിക്ക് പള്ളിയിൽ ഇമാമത്ത് നൽകുകയാണ്. പടച്ചവനെ, സൂറത്തു ത്വാഹ ഓതിയിട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, കടാരയുമായി, വിഷം കടത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വന്നിട്ട് പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റുകയാണ്. ഉമർ തങ്ങൾ അടിവയറ്റിലേക്ക് കത്തിയവിടന്ന് കുത്തിക്കേറ്റി ഇറങ്ങി ഓടുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന 17ഓളം വരുന്ന സ്വഹാബത്തിനെ കുത്തിമലർത്തി. എന്നിട്ട് അബൂ ലുഅ്ലുഅ ഇറങ്ങി ഓടുകയാണ്. പടച്ചവരെ, ഉമർ തങ്ങൾ രക്തമീണ് കൊണ്ട് പിടഞ്ഞു വീഴുകയാണ്. അവസാനം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. വായിലൂടെ ഒഴിക്കുന്ന വെള്ളമുണ്ടല്ലോ, അടിവയറ്റിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്ത് അതാ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. നിങ്ങൾ എന്തിനാ കരയുന്നത്? അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം എന്തെന്നറിയോ? മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞ വാക്കാട്, ഏ ഉമർ തങ്ങളെ, നിങ്ങൾ ആരായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയ മനുഷ്യനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയവനാ ഉമർ. അല്ലാഹു ഹിദായത്ത് തന്നില്ലേ? നബി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയായില്ലേ? മുസ്ലിമാകാൻ പറ്റിയില്ലേ? ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായില്ലേ? സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബികളിൽ ഒരാള് നിങ്ങളല്ലേ ഉമറേ? ഇസ്ലാമിന്റെ 4 ഖലീഫയിൽ രണ്ടാമത്തെ ഖലീഫ നിങ്ങളല്ലേ? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. അവസാനം ആ
ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ലാഹുവേ, യുദ്ധം ഹറാമാക്കിയ നാട്ടിൽ കിടന്നിട്ട് ഷഹീദായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നില്ലേ? ഈ മദീനത്ത് കിടന്നിട്ട് ഷഹീദായി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകിയില്ലേ? ഇതിനെക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്തേ വേണ്ടത്? പടച്ചവനെ, ഉമർ തങ്ങൾ ചിരിക്കുകയാ, സന്തോഷം കൊണ്ട് കരയുകയാ. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് മുഴുവനും സത്യമാണല്ലോ. എനിക്ക് ഈ മദീനത്ത് കടന്ന് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയല്ലോ, എനിക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ. ഇതിനെക്കാളും വലുതെന്ത് എനിക്ക് വേണ്ടത്? ആ ചെറുപ്പക്കാരന് ഇതെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി പോകുമ്പോ ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. പതുക്കെ എഴുന്നേക്കുകയാണ്, പതുക്കെ എഴുന്നേക്കുകയാണ്. അടിവയറ്റിൽ ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോരെ, എന്റെ മനസ്സുകൾക്ക് കുളിർമയുണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന ചെറുപ്പക്കാരാ, ഒന്ന് നിൽക്കടാ മോനെ, ഒന്ന് നിൽക്കടാ മോനെ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഏത് സമയത്താണെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണത്തോട് മല്ലടിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെയാ മോനെ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്വഭാവമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. ആ വസ്ത്രം നേരെ ഇടുക്കും മോനെ. മരണത്തിന്റെ വേളയിലാ പറഞ്ഞു കൊടുക്കുന്നത്. തെറ്റു കണ്ടാൽ ഏതു സമയമാണെങ്കിലും തിരുത്തണം ചെറുപ്പക്കാരാ. വാപ്പാ, തെറ്റു തന്നെയാ വാപ്പാ. നിന്റെ സ്വന്തം മക്കളാകട്ടെ, നിന്റെ ഭാര്യയാകട്ടെ, ഏതു സമയത്താണെങ്കിലും തിരുത്തി കൊടുക്കാൻ കഴിയണം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ തങ്ങളെ വെട്ടുകയാണ്, അവിടെ നിന്ന് വെട്ടിക്കൊല്ലുകയാണ്. ശരീരത്തിലേക്ക് വാളുകൊണ്ട് വെട്ടുമ്പോ ഭാര്യ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുകയാണ്. അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് വെട്ടാൻ പോകുന്നവന്റെ വാളിൽ കയറി ഇങ്ങനെ പിടിക്കുകയാ. റബ്ബേ, തന്റെ ഭർത്താവിനെ കൊല്ലല്ലേ, തന്റെ ഭർത്താവിനെ വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ സയ്യിദുനാ ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബി അവിടെ നിന്ന് വിളിക്കുന്നു, നായില, വാള് വിട് നായില, വാള് വിട് നായില, കരയല്ലേ നായില, കരയല്ലേ നായില, എന്റെ കാര്യം വിട്ടേക്കനായില്ല. അവരെന്ത് വേണമെങ്കിലും എന്നെ ചെയ്യട്ടെ, അവരെന്നെ കൊല്ലട്ടെ നായില. എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയില്ല, എനിക്ക് പേടി നിന്റെ കാര്യത്തിലാണ്. എന്തെന്നറിയുമോ നായില, നിന്റെ തലമുടി പുറത്തു കാണുന്നു നായില. ഭർത്താവിനെ കൊല്ലുന്നത് കണ്ടപ്പോ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റപ്പോ ഭാര്യയുടെ ഒരു മുടി ഇങ്ങനെ പുറത്തു കാണുകയാണ്. അപ്പോഴാണ് ഉസ്മാൻ തങ്ങൾ പറയുന്നത്, ഔറത്തു മറയ്ക്കുനായില്ല, ഔറത്തു മറയ്ക്കുനായില്ല. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിന്റെ ഔറത്തു മറയ്ക്ക്, നിന്റെ മുടി അവര് കാണുന്നു, നിന്റെ ഔറത്ത് അവര് കാണുന്നു. അല്ലാഹുവിനെ പേടിക്കാനായില്ല, എനിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാനായില്ല. ആ മരണത്തിന്റെ വേളയിൽ പോലും
തന്റെ ബാലികയുടെ ഒരു തലമുടി പുറത്തു കണ്ടപ്പോ അവിടുന്ന് തിരുത്തിയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ നല്ല സ്വഭാവമാണ് മോനെ, വാപ്പമാരെ നല്ല സ്വഭാവമാ, തെറ്റു കണ്ടാ തിരുത്തണേ. കൈകൊണ്ട് തടയാൻ പറ്റുന്നത് കൈകൊണ്ട് തടയ്, നാവ് കൊണ്ട് തടയാൻ പറ്റുന്നത് നാവ് കൊണ്ട് തടയ്, ഇല്ലെങ്കിൽ നിനക്ക് വെറുക്കാമല്ലോ. ഇതിനൊന്നും ഞാൻ കൂടൂല, ഇതൊന്നും ഇവിടെ നടക്കൂല എന്ന് പറയാനുള്ള മനസ്സെങ്കിലും കാണിക്ക്. അല്ലാഹുവേ, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ എഴുതി വെച്ചവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരണേ